ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നാടൻ കോഴിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ചിക്കൻ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ അതിൻ്റെ കൂടെ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം മാത്രം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതൊരു 5 പ്രാവശ്യമെങ്കിലും നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കിനി അതൊന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം കാണാം. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. കാര്യം അറിയാമല്ലോ, നമ്മുടെ നാടൻ കോഴി വേവ് ഒരിത്തിരി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കുക്കറിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആ വേവിക്കുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക്, മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ഗരം മസാല, അതുപോലെ തന്നെ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചിക്കനിൽ നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കും. അതുപോലെ ആവശ്യത്തിന് ഈ ചിക്കന് എത്രയാണോ വേണ്ടത് ഉപ്പ്, അത്രയും ഉപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കാര്യം വേവിക്കുന്ന സമയത്ത് ചിക്കനിൽ ഉപ്പ് പിടിച്ചാൽ മാത്രമേ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ലഭിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊരു 3 വിസിലുകളും മതിയാകും. 4 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു ഇരുമ്പേട്ടി എടുക്കാം. അതിലേക്ക് ഇരുമ്പേട്ടി ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് ചിക്കൻ കറി തയ്യാറാക്കുമ്പോഴാണ് ആ ചിക്കൻ കറിക്ക് നല്ലൊരു നാടൻ ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും വെളിച്ചെണ്ണ കൊണ്ട് തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർക്കുമ്പോൾ ഒന്ന് മാറി നിന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ പൊട്ടിത്തെറിക്കും. ഇനി ഇതിനകത്തേക്ക് വലിയൊരു സ്പൂണ്, ഞാൻ ഈ ഒരു സ്പൂണിലാണ് കേട്ടോ, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, ഇത് ഇത്രയും കൂടെ നല്ല രീതിയിൽ അരച്ചെടുത്ത് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിയാതെ തീ കുറച്ച് നല്ല രീതിയിൽ ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരിക്കലും കരിച്ചെടുക്കരുത് കേട്ടോ, നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം കണ്ടില്ലേ, നല്ല രീതിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കുരുമുളകും ഒക്കെ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയും അതുപോലെ 1/2 കിലോ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. കൊച്ചുള്ളി നല്ല രീതിയിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി എടുത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി നല്ല രീതിയിൽ ആ ഉള്ളി ഒരു വെണ്ണയിലൊക്കെ കിടന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ആ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളം അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൊച്ചുള്ളിക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ വഴറ്റുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി വീണ്ടും ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അനുസരിച്ച് ഒരു വലിയ 2 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിന് ശേഷം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടീസ്പൂണിലാണ് ഞാനിപ്പോൾ മല്ലിപ്പൊടി എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഒക്കെ നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ട് മസാലപ്പൊടിയൊക്കെ നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നല്ല രീതിയിൽ ഈ അരപ്പ് കഷ്ണങ്ങളിലും അതുപോലെ തന്നെ ഉള്ളിയിലൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ അതാ നല്ല രീതിയിൽ തിളച്ച് നമ്മുടെ ചിക്കൻ കറി വേവുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഈ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വഴറ്റി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസും തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്ക് ഉള്ളി വഴറ്റി ചേർത്ത് ആ ഒരു എണ്ണയിലാണ് ഞാനിന്ന് തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങ നല്ല രീതിയിൽ വറുത്ത് വെന്തുകൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങയും അതുപോലെ തന്നെ ചിക്കൻ കറിയും കൂടെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു തേങ്ങയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ ഈ ചിക്കൻ കറിയിൽ പിടിക്കുന്നതാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ ചാറ്. ഞാനിവിടെ നല്ല രീതിയിൽ പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.